സോ അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കൺസെപ്റ്റുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ കൺസിസ്റ്റൻസിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാനും സഹായകരമാകുന്ന ചോദ്യമാണ്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3 കണ്ടീഷൻസും ഒരുമിച്ച് ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതെങ്കിലും 2 കണ്ടീഷൻസ് ആവും. അത് ഏത് 2 കണ്ടീഷൻസ് വേണമെങ്കിലും ആവാം. മേ ബി 3 കണ്ടീഷൻസ് ഒരുമിച്ച് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ ഇതേ സെയിം ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന കാര്യം 100% ഷുവർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ നല്ലപോലെ ചെയ്ത് പഠിക്കേണ്ട ഒരു ചോദ്യം. അപ്പോൾ കൺസിസ്റ്റൻസിയുടെ കൺസെപ്റ്റ്, തിയററ്റിക്കൽ കൺസെപ്റ്റ് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമുക്കറിയാം, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 സാധ്യതകളാണ്. ഒന്നില്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവാം. കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സും എ ബി എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സും ആണ്. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി കൺസിസ്റ്റൻസി തന്നെ 2 രീതിയിൽ സംഭവിക്കാം. യുണീക് സൊല്യൂഷനും ആവാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസും ആവാം. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആൻഡ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻകൺസിസ്റ്റൻസി. എന്താണ്? ഇൻകൺസിസ്റ്റൻസി. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കാണിക്കേണ്ടത്? ഇൻകൺസിസ്റ്റന്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. യുണീക് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 1 സൊല്യൂഷന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പോൾ വേറെ വാക്കുകളും കൂടെ ഓർത്തിരിക്കുക. മോർ ദാൻ 1 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നുള്ള കണ്ടീഷനാണ്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടത് ഇൻകൺസിസ്റ്റൻസി ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് എഴുതി വരുന്നവരാണെങ്കിൽ നമ്മൾ ഇൻകൺസിസ്റ്റൻസി എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബിയുടെ അവിടെ ഇൻകൺസിസ്റ്റൻസി എന്നാണ് നമ്മൾ എഴുതിയത്, അഥവാ ഇൻകൺസിസ്റ്റന്റ് എന്നാണ് എഴുതിയത്. അവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നോ സൊല്യൂഷൻ എന്നും കൂടെ കൊടുക്കുക. കാരണം ഇൻകൺസിസ്റ്റൻസിയുടെ അർത്ഥം എന്താണ്? നോ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇൻകൺസിസ്റ്റൻസിയുടെ അർത്ഥം. നോട്ട് കറക്റ്റായിട്ട് എഴുതി വരുന്നവരാണെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ നോ സൊല്യൂഷൻ എന്നും കൂടെ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോ സൊല്യൂഷൻ എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ തന്നെ എന്ത് കയറി വരണം? ഇൻകൺസിസ്റ്റൻസി കയറി വരണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. സോ ആദ്യത്തെ ജോലി എന്താണ്? എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള രീതിയിൽ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ എടുത്തെഴുതണം. എ എക്സ് ഈക്വൽ ടു ബി. ഓക്കെ, എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് ആണ്. 1 1 1 1 2 3 1 2 ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എന്താണ്? 6 10 മ്യൂ. ക്ലിയർ? യെസ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എഴുതണം അല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എഴുതണം. എല്ലാവരും ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിക്കേ. 1 1 1 6 1 2 3 10 1 2 ലാംഡ മ്യൂ. ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റോയിൽ പിവോട്ട് എലമെന്റ് 1 ആണ്. അതിൻ്റെ താഴെ രണ്ടും 0 ആക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ എലമെന്ററി ഓപ്പറേഷൻ ആണ് അല്ലേ? എല്ലാം 1 ആയതുകൊണ്ട് നേരിട്ട് മൈനസ് ചെയ്ത് നമുക്ക് 0 ആക്കാൻ പറ്റും. സോ യൂസ് ചെയ്യേണ്ട എലമെന്ററി ഓപ്പറേഷൻ R2 ഗീവ്സ് R2 മൈനസ് R1, R3 ഗീവ്സ് R3 മൈനസ് R1. ഈ എലമെന്ററി ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 1 1 1 6. മാറ്റം വരാൻ പോകുന്നത് സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും ആണ്. സോ ഇത് ഡയറക്ട്ലി മൈനസ് ചെയ്താൽ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, 3 മൈനസ് 1 2, 10 മൈനസ് 6 അല്ലേ? 10 മൈനസ് 6 എന്ന് പറയുന്നത് എന്താണ്? 4. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് R3 മൈനസ് R1 മൈനസ് ചെയ്യൂ. 1 മൈനസ് 1 0, 2 മൈനസ് 1 1, ദെൻ ലാംഡ മൈനസ് 1, ദെൻ അടുത്ത എന്താണ്? മ്യൂ മൈനസ് 6. മ്യൂ മൈനസ് 6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെന്റ് 1 ആണ്. അതിന്റെ താഴെ എന്താക്കണം? 0. ഇത് നേരിട്ട് മൈനസ് ചെയ്ത് എന്താക്കാൻ പറ്റും? 0 ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട എലമെന്ററി ഓപ്പറേഷൻ R3 ഗീവ്സ് R3 മൈനസ് എന്താണ്? R2. സോ ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് റോ സെക്കൻഡ് റോ അതേപോലെ തന്നെ നോക്കി എഴുതാം. 1 1 1 6 0 1 2 4. ഇപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ നോക്കി എഴുതി.
നെക്സ്റ്റ് തേർഡ് റോയിൽ നിന്ന് സെക്കൻഡ് റോ മൈനസ് ചെയ്ത് എഴുതണം. 0 മൈനസ് 0 0, 1 മൈനസ് 1 0. നെക്സ്റ്റ് ലാംഡ മൈനസ് 1 മൈനസ് 2. എന്താണ് ലാംഡ മൈനസ് 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ലാംഡ മൈനസ് 3. ശരിയാണല്ലോ. അടുത്തത് മ്യൂ മൈനസ് 6 മൈനസ് 4. ശരിയല്ലേ. മ്യൂ മൈനസ് 6 മൈനസ് 4 എന്താ വരിക? മ്യൂ മൈനസ് 10. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മ്യൂ മൈനസ് എന്താണ്? 10. സോ ഇതാണ് നമ്മുടെ സോൾഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഏത് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ചെയ്തു വരാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നോ സൊല്യൂഷൻ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഫൈനലി സോൾവ് ചെയ്ത് കിട്ടിയ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നോ സൊല്യൂഷൻ. അപ്പോൾ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. സോ ഫസ്റ്റിലത്തെ ഓപ്ഷൻ എടുക്കുകയാണ് നോ സൊല്യൂഷൻ എന്നുള്ള കണ്ടീഷൻ. ശ്രദ്ധിച്ചിരിക്കുക, നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ് നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന കണ്ടീഷൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ നോ സൊല്യൂഷൻ? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്താവണം? റാങ്ക് ഓഫ് എ ബി ആവണം. ശരിയല്ലേ. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. സോ റാങ്ക് ഓഫ് എ 2ഉം റാങ്ക് ഓഫ് എ ബി 3ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ ശരിയാണല്ലോ. 2 3ക്ക് ഈക്വൽ അല്ല, 2 നോട്ട് ഈക്വൽ ടു 3 ആണ്. റാങ്ക് ഓഫ് എ 2 ആവണം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ അവസാനത്തെ കോളം പൊത്തി പിടിച്ചാൽ മതി. എന്നിട്ട് റാങ്ക് ഓഫ് എ 2 ആവണം എന്നുണ്ടെങ്കിൽ ഈ ലാംഡ മൈനസ് 3 എന്താവണം? ലാംഡ മൈനസ് 3 എന്താവണം? 0 ആവണം. ശരിയല്ലേ. റാങ്ക് ഓഫ് എ 2 ആവണം എന്നുണ്ടെങ്കിൽ ലാംഡ മൈനസ് 3 എന്താവണം? 0. ഈ ലാംഡ മൈനസ് 3 0 ആയി കഴിഞ്ഞാൽ ഇതൊരു 0 റോ ആയിട്ട് മാറും. ദെൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 എണ്ണമായി മാറും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആയിട്ട് മാറും. ശരിയല്ലേ. സോ റാങ്ക് ഓഫ് എ 2 വരാനുള്ള കണ്ടീഷൻ എന്താണ്? ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0. നെക്സ്റ്റ് റാങ്ക് ഓഫ് എ ബി നമുക്ക് 3 വരണം. റാങ്ക് ഓഫ് എ ബി 3 വരണം. അപ്പം ഇത് ഓൾറെഡി എന്തായി കഴിഞ്ഞു? ഇതിപ്പോൾ ഓൾറെഡി 0 ആയി കഴിഞ്ഞു. ഇനി റാങ്ക് ഓഫ് എ ബി 3 വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്താവണം? 3 ആവണം. ശരിയല്ലേ. അപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതും ഒരു നോൺ സീറോ റോ ആണ്. ഇത് ഓൾറെഡി 0 ആയി. പിന്നെ ഇവൻ നോൺ സീറോ ആയാൽ മാത്രമേ ഇത് എന്താവുള്ളൂ? ഒരു നോൺ സീറോ റോ ആവുള്ളൂ. അതായത് ഇവൻ നോട്ട് ഈക്വൽ ടു 0 ആവണം. മ്യൂ മൈനസ് 10 എന്താവണം? നോട്ട് ഈക്വൽ ടു 0 ആവണം. ശരിയല്ലേ. മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ അതാണ് അടുത്ത കണ്ടീഷൻ. മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0. ഇതാണ് എന്തിന്റെ കണ്ടീഷൻ? നോ സൊല്യൂഷൻ അഥവാ ഇൻകൺസിസ്റ്റൻസിയുടെ കണ്ടീഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻകൺസിസ്റ്റൻസി വരണമെന്നുണ്ടെങ്കിൽ അഥവാ നോ സൊല്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. റാങ്ക് ഓഫ് എ 2 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ കോളം പൊത്തിപ്പിടിച്ചിട്ട് ഈ ലാംഡ മൈനസ് 3 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ 2 ആവും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു 0 റോ ആയിട്ട് മാറും. ദെൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമുക്ക് 2 എണ്ണമാണ് വരിക. റാങ്ക് ഓഫ് എ ബി 3 ആവണമെന്നുണ്ടെങ്കിൽ ഇവൻ ഓൾറെഡി 0 ആയി. ലാംഡ മൈനസ് 3 ഓൾറെഡി 0 ആയി. ഈ മ്യൂ മൈനസ് 10 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി 2 ആയി പോകും. അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് റാങ്ക് ഓഫ് എ ബി 3 കിട്ടണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ എന്താണ്? ഈ മ്യൂ മൈനസ് 10 നോൺ സീറോ ആവണം. അപ്പോൾ ഇവിടെ ഒരു ഉത്തരം വന്നു കഴിഞ്ഞാൽ അതും ഒരു നോൺ സീറോ റോ ആവും. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബി 3 ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇവിടുന്ന് ലാംഡ എന്ത് കിട്ടും? -3 ഇപ്പുറത്ത് വന്നാൽ +3. ഇവിടുന്ന് മ്യൂ നോട്ട് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -10 ഇപ്പുറത്ത് വന്നാൽ +10. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഈ 2 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ആവേണ്ടത്. ഓക്കെ, നോ സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ലാംഡ 3 ആവണം. മ്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 10 ആവണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പാർട്ട് ബി നോക്കിയാലോ? പാർട്ട് ബി നോക്കാം. യുണീക്ക് സൊല്യൂഷൻ ആവണം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കണ്ടീഷൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ യുണീക്ക് സൊല്യൂഷൻ? യുണീക്ക് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളത് അതേപോലെ ആദ്യമേ ഒന്ന് എടുത്തെഴുതുക. എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. ഓക്കെ, ഇതാണ് യുണീക്ക് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്കറിയാം. ദെൻ നമ്പർ ഓഫ് അൺനോൺസ് എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റിനകത്ത് എക്സും വൈയും ഇസഡും ഉണ്ട്. ശരിയല്ലേ. ക്വസ്റ്റിനകത്ത് എക്സും വൈയും ഇസഡും ഉണ്ട്. അപ്പം നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെന്നറിയാം. സോ 3 ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. ശരിയല്ലേ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എന്താവണം? റാങ്ക് ഓഫ് എ ബി. ഇതാണ് യുണീക്കിൻ്റെ കണ്ടീഷൻ. സോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എന്തിന് തുല്യമാവണം? 3ന് തുല്യമാവണം. ശരിയല്ലേ. സോ ഇനി നിങ്ങൾ ഫൈനലി കിട്ടിയ റോ റെഡ്യൂസ്ഡ് ഫോം ശ്രദ്ധിക്കുക. റാങ്ക് ഓഫ് എ നമുക്ക് 3 കിട്ടണം. റാങ്ക് ഓഫ് എ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ കോളം പൊത്തിപ്പിടിക്കുക. റാങ്ക് ഓഫ് എ ഓൾറെഡി 2 ഉണ്ടെന്നറിയാം. 3 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ ലാംഡ മൈനസ് 3 നോൺ സീറോ ആവണം. ലാംഡ മൈനസ് 3 0 ആയാൽ റാങ്ക് 2 ആയി പോവും.
ലാംഡ മൈനസ് 3 നോൺ സീറോ ആണെങ്കിൽ നമുക്ക് റാങ്ക് എന്ത് കിട്ടും? 3. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലാംഡ മൈനസ് 3 നോട്ട് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പോൾ ഇവൻ എന്താണെന്നറിയാം, ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നറിയാം. നെക്സ്റ്റ് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും 3 കിട്ടണം. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? 3 കിട്ടണം, ശരിയല്ലേ? സോ ഇനി കംപ്ലീറ്റ്ലി ഈ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. നമുക്ക് റാങ്ക് ഓഫ് എ ബി 3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു നോൺ സീറോ റോ ഉണ്ടെന്നറിയാം, 2 നോൺ സീറോ റോ ഉണ്ടെന്നറിയാം. ദെൻ അടുത്തത് ഇത് നോൺ സീറോ ആണ്, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നോൺ സീറോ റോ ആയി കഴിഞ്ഞു. അതായത് ഈ ലാംഡ മൈനസ് 3 നോൺ സീറോ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ തേർഡ് റോ എന്ന് പറയുന്ന ഒരു നോൺ സീറോ റോ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ മ്യൂ മൈനസ് 10ന്റെ പ്ലേസിൽ എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, ഈ മ്യൂ മൈനസ് 10ന്റെ പ്ലേസിൽ വി ക്യാൻ ടേക്ക് എനി വാല്യൂ. മ്യൂ മൈനസ് 10ന്റെ അവിടെ എന്ത് വന്നാലും പ്രശ്നമില്ല, കാരണം ഓൾറെഡി റാങ്ക് ഓഫ് എയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇത് നോൺ സീറോ ആയി കഴിഞ്ഞു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായി? നോൺ സീറോ റോ ആയി, ശരിയല്ലേ? റോയിൽ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതൊരു നോൺ സീറോ റോ ആയി. സോ ഈ ലാംഡ മൈനസ് 3 നോൺ സീറോ ആയപ്പോൾ തന്നെ തേർഡ് റോ എന്ന് പറയുന്ന ഒരു നോൺ സീറോ റോ ആണ്. അപ്പോൾ ഈ മ്യൂ മൈനസ് 10ന്റെ അവിടെ ഏത് നമ്പർ വന്നാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? മ്യൂ മൈനസ് 10 ക്യാൻ ടേക്ക് എനി വാല്യൂ മീൻസ് മ്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂ. മ്യൂ ക്യാൻ ടേക്ക് എന്താണ്? എനി വാല്യൂസ്. മ്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇത് നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. ഇതാണ് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ മ്യൂ നോട്ട് ഈക്വൽ ടു 10 എന്നൊക്കെ എഴുതും, അത് തെറ്റാണ്. മ്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂസ് എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം. സോ ഇതാണ് യുണീക്ക് സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ. ദെൻ അടുത്ത ഇനി എന്ത്? മോർ ദാൻ 1 സൊല്യൂഷൻ്റെ കണ്ടീഷനാണ് നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. സോ അപ്പോൾ നമുക്കിനി മോർ ദാൻ 1 സൊല്യൂഷൻ്റെ നോക്കാം. സോ അടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഏതാണ്? മോർ ദാൻ 1 സൊല്യൂഷൻ്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ സി പാർട്ട് നോക്കാം, മോർ ദാൻ 1 സൊല്യൂഷൻ. ദെൻ ബി പാർട്ടിൽ നമ്മളിവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു -3 അപ്പുറത്ത് പോകുമ്പോൾ +3 ആവുന്നും കൂടെ എഴുതണം കേട്ടോ. അപ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 3 ആണ് യുണീക്ക് സൊല്യൂഷൻ്റെ കണ്ടീഷൻ. ആൻഡ് മ്യൂ ക്യാൻ ടേക്ക് എന്താണ്? എനി വാല്യൂസ്. ഇനി അപ്പോൾ ആദ്യത്തെ 2 പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് പാർട്ട് നോക്കാം. മോർ ദാൻ 1 സൊല്യൂഷനിൽ നമ്മൾ എന്തിൻ്റെ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? മോർ ദാൻ 1 സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, മോർ ദാൻ 1 സൊല്യൂഷൻ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കൺസെപ്റ്റ് എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. ആൻഡ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ശരിയാണല്ലോ? സോ നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെന്ന് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അത് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2 നോട്ട് ഈക്വൽ ടു 3 ആണെന്നറിയാം. സോ അതനുസരിച്ച് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി എന്താവണം? ദെർഫോർ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്താവണം? 2 ആവണം, ശരിയല്ലേ? അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് മോർ ദാൻ 1 സൊല്യൂഷൻ ഓർ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ആവണം. ആൻഡ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് ഫിക്സഡ് ആണ്, അതിനി നമുക്ക് മാറ്റാൻ പറ്റില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അവിടെ നടക്കില്ല. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെന്നറിയാം. ദെൻ അത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിക്കും തുല്യമാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമുക്കറിയാം 2 നോട്ട് ഈക്വൽ ടു 3 ആണ്. സോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 2 ആയി കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ 1 സൊല്യൂഷൻ അഥവാ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആവും കിട്ടുക. സോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 2 കിട്ടാനുള്ള ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ റാങ്ക് ഓഫ് എ നമുക്ക് 2 കിട്ടണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ കോളം പൊത്തിപ്പിടിക്കുക. റാങ്ക് ഓഫ് എ 2 വരണമെന്നുണ്ടെങ്കിൽ ഈ ലാംഡ -3 0 ആയാൽ മതി, ശരിയല്ലേ? അപ്പം ഇത് കംപ്ലീറ്റ്ലി 0 റോ ആവും. തേർഡ് റോ കംപ്ലീറ്റ്ലി 0 റോ ആവും. റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 കിട്ടും. സോ ലാംഡ -3 എന്താണ്? 0, ഒരു കണ്ടീഷൻ. അവിടുന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും? 3 കിട്ടും. ദെൻ റാങ്ക് ഓഫ് എ ബി 2 ആവാനുള്ള കണ്ടീഷനാണ് അടുത്ത് എഴുതേണ്ടത്. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ഇത് ഓൾറെഡി എന്തായി കഴിഞ്ഞു? 0 ആയി കഴിഞ്ഞു അല്ലേ? ഇത് ഓൾറെഡി 0 ആയി കഴിഞ്ഞു. ഇനി റാങ്ക് ഓഫ് എ ബി നമുക്ക് 2 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എലമെന്റും കൂടെ എന്താവണം? 0 ആവണം, ശരിയല്ലേ? ഈ എലമെന്റും കൂടെ 0 ആവണം, എങ്കിൽ മാത്രമേ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 എണ്ണം വരുള്ളൂ. അപ്പോൾ ഈ മൊത്തത്തിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആവും. ദെൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. സോ റാങ്ക് ഓഫ് എ ബി 2 വരണമെന്നുണ്ടെങ്കിൽ ആരും കൂടെ 0 ആയേ പറ്റുള്ളൂ? മ്യൂ -10 കൂടെ 0 ആയേ പറ്റുള്ളൂ. അവിടുന്ന് മ്യൂവിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 10 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ 3 കേസസ് എന്ന് പറയുന്നത്. നോ സൊല്യൂഷൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, യുണീക്ക് സൊല്യൂഷൻ്റെ കേസും ഡിസ്കസ് ചെയ്തു, മോർ ദാൻ 1 സൊല്യൂഷൻ്റെ കേസും ഡിസ്കസ് ചെയ്തു. ഓരോ കേസിലും ലാംഡയ്ക്കും മ്യൂവിനും നമുക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂസ്, വരാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത ഈ റാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, പർട്ടിക്കുലർലി കൺസിസ്റ്റൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കൺസിസ്റ്റൻസി എന്നുള്ള ടോപ്പിക്ക് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹോമോജീനിയസ് ആവാം, നോൺ ഹോമോജീനിയസ് ആവാം. നോൺ ഹോമോജീനിയസ് ആണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹോമോജീനിയസിനെ കുറിച്ച് ഞാൻ ആദ്യമേ ഒരു പരാമർശം നടത്തിയായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എവരി ഹോമോജീനിയസ് ഇക്വേഷൻ ഹാസ് എ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് സെക്കൻഡ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിരുന്നു, അഥവാ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി RHS റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് 0 ആണെങ്കിൽ നമുക്കതിനെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കാം. അത്തരത്തിലുള്ള ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെറിയൊരു ടോപ്പിക്കാണ്, അഥവാ എക്സാമിന് വലിയ പ്രാധാന്യമില്ല എങ്കിലും നമുക്കത് ഡിസ്കസ് ചെയ്യണം. വളരെ റെയറായിട്ടൊക്കെ എക്സാമിന് കണ്ടുവരാറുണ്ട്. സോ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ടോപ്പിക്സും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. സോ നമുക്ക് ആ ഒരു ടോപ്പിക് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് കൊണ്ട് തന്നെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ 2 ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് എയ്ഗൺ വാല്യൂസ് ആൻഡ് എയ്ഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കയറും. സോ അപ്പോൾ നമുക്ക് എന്താണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ആ കൺസെപ്റ്റിലേക്ക് കയറാം. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. എന്താണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ? നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം നോൺ ഹോമോജീനിയസ് ആയിരുന്നു, അഥവാ AX ഈക്വൽ ടു B ആയിരുന്നു. AX ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഞാൻ LE എന്നേ ഇടുന്നുള്ളൂ ലീനിയർ ഇക്വേഷൻസിന്. സോ ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AX ഈക്വൽ ടു 0 വരുന്ന കേസാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? AX ഈക്വൽ ടു 0. AX ഈക്വൽ ടു B ആണെങ്കിലാണ് എന്ത്? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ചോദ്യങ്ങളും. AX ഈക്വൽ ടു B ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഹോമോജീനിയസ്. AX ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഹോമോജീനിയസ്. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ ഒന്ന് പരാമർശിച്ച് പോയ സംഭവമാണ്. സോ AX ഈക്വൽ ടു 0 ആകുന്ന കേസിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇതിനൊരു ട്രിവിയൽ സൊല്യൂഷൻ വരാം, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരാം. ട്രിവിയൽ സൊല്യൂഷൻ വരാനുള്ള കണ്ടീഷൻ ഒരു ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക, ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ X ഈക്വൽ ടു 0. ഒരു ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2x പ്ലസ് 3y പ്ലസ് 4z ഈക്വൽ ടു 0, x പ്ലസ് y മൈനസ് z ഈക്വൽ ടു 0, 2x പ്ലസ് 3y മൈനസ് 2z ഈക്വൽ ടു 0. ഒരു 3 ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡ് എന്താണ്? 0 ആണ്. റൈറ്റ് സൈഡ് 0 ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം എന്താണ്? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ എക്സിലും വൈയിലും ഇസഡിലും ഉള്ളത് ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? അതൊരു ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ട്രിവിയൽ സൊല്യൂഷൻ വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. ഇതാണ് എന്തിനുള്ള കണ്ടീഷൻ? ട്രിവിയൽ സൊല്യൂഷൻ വരാനായിട്ടുള്ള കണ്ടീഷൻ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ AB വരുന്നില്ല, അഥവാ ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നില്ല. കാരണം B മെട്രിക്സ് 0 ആയതുകൊണ്ട് തന്നെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. സോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രിവിയൽ സൊല്യൂഷൻ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇനി അടുത്ത കേസ് എന്താണ്? നോൺ ട്രിവിയൽ. ശ്രദ്ധിച്ചിരിക്കുക, നോൺ ട്രിവിയൽ. നോൺ ട്രിവിയൽ വരാനുള്ള കണ്ടീഷൻ എന്താണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്തരങ്ങൾ കിട്ടാം. A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക y ഈക്വൽ ടു B അല്ലെങ്കിൽ Z ഈക്വൽ ടു C, ഇങ്ങനെയൊക്കെയുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടാം.
സോ ഇങ്ങനെയൊക്കെയുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന ഉത്തരത്തിനെയാണ് നമ്മൾ നോൺ ട്രിവിയൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. മേ ബി ഇതിൽ ഏതെങ്കിലുമൊക്കെ സീറോയും ആവാം കേട്ടോ, വേണമെങ്കിൽ ചിലപ്പോൾ ഇസഡ് സീറോ ആവാം. പക്ഷേ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ സൊല്യൂഷനെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് ഏത് പേരിട്ട് വിളിക്കുക, നോൺ ട്രിവിയൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. എല്ലാ സൊല്യൂഷൻസും സീറോ ആണെങ്കിൽ എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്താവണം? നമ്പർ ഓഫ് അൺനോൺസ്. മോസ്റ്റ് പ്രോബബ്ലി റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺ ആണ്. സോ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് എന്താണ്? അൺനോൺസ്. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ എടുത്ത് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2/2 ആവാം, അല്ലെങ്കിൽ 3/3 ആവാം. ഓക്കെ, 2/2 ആവാം, അല്ലെങ്കിൽ 3/3 ആവാം. എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമുക്ക് ഓർ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കണ്ടീഷൻ പറയാം. ഡിറ്റർമിനന്റ് എ എന്താണ്? ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ പറയാം. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആവണം. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്താണ്? 2/2 മെട്രിക്സ് ഓർ 3/3 മെട്രിക്സ്. ഓർ എന്താണ്? കാരണം ഈ രണ്ട് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനേ നിങ്ങൾക്ക് അറിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. യെസ്. അടുത്ത റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അത് ഷോ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചാൽ മതി. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചാൽ മതി. സോ അതിൻ്റെ അർത്ഥം എന്താണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പം ഈ എ മെട്രിക്സിൽ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷനും, നോൺ 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ട്രിവിയൽ സൊല്യൂഷനും ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ഫോർ എ 2/2 ഓർ 3/3 മെട്രിക്സ്. ഒരു 2/2 മെട്രിക്സ് അല്ലെങ്കിൽ 3/3 മെട്രിക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കൺസെപ്ച്വലായിട്ട് ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവും. അതിന് രണ്ട് രീതിയിൽ സൊല്യൂഷൻസ് വരാം. ട്രിവിയൽ സൊല്യൂഷൻ വരാം, നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരാം. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ സൊല്യൂഷൻസും 0 ആവണം. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0. അത് ഷോ ചെയ്ത് കാണിക്കാനുള്ള കണ്ടീഷനാണ് റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് അൺനോൺസും തുല്യമാവണം. ഇനി എ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 അല്ലെങ്കിൽ 3/3 ആണെന്നുണ്ടെങ്കിൽ ഇത് ഷോ ചെയ്യാൻ പറഞ്ഞാൽ, അഥവാ ട്രിവിയൽ ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഇനി നോൺ ട്രിവിയൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അത് നോൺ ട്രിവിയൽ ആണ്. നോൺ ട്രിവിയൽ ആണെന്ന് ഷോ ചെയ്യാൻ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് അൺനോൺസും തുല്യമാവരുത്. ഓർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 അല്ലെങ്കിൽ 3/3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആണെന്ന് കാണിച്ചാലും മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കൺസെപ്റ്റ് അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കൺസെപ്റ്റ് എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ഇക്വേഷൻ ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടേണ്ടത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാവരുടെയും മനസ്സിൽ ആ കണ്ടീഷൻ തെളിഞ്ഞു വരണം. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ നോൺ ട്രിവിയൽ സൊല്യൂഷൻ? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് അല്ലേ? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് നമ്മുടെ കണ്ടീഷൻ. മറ്റൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 അല്ലേ? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ കേസിലാണ്? സ്ക്വയർ മെട്രിക്സുകളുടെ കേസിലാണ്, 2/2 അല്ലെങ്കിൽ 3/3. അപ്പോൾ നമുക്ക് എ നോക്കി, ഇതൊരു 3/3 സ്ക്വയർ മെട്രിക്സ് പോലെയാണ് നിൽക്കുന്നത്. സോ ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുന്നതിൻ്റെ ഗുണം. കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ചോദ്യം നമുക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ്റെ പാർട്ട് എയിൽ 3 മാർക്ക് സെക്ഷനിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം എന്താണ്? നോൺ ഹോമോജീനിയസ് അല്ല, ഹോമോജീനിയസ് ആണ്. അതുകൊണ്ട് തന്നെ AX ഈക്വൽ ടു 0 ആണ് ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? 3, 1, മൈനസ് ലാംഡ, 4, -2, -3, 2 ലാംഡ, 4 ലാംഡ,
ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എന്താണ് 0 0 0 അല്ലേ, 0 0 0. യെസ്. അപ്പം നമ്മുടെ എ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. എ മെട്രിക്സ് ഒന്ന് ഞാൻ എടുത്തെഴുതുവാണ്. എ ഇസ് ഈക്വൽ ടു എന്താണ്, എ ഇസ് ഈക്വൽ ടു 3 1 മൈനസ് ലാംഡ 4 -2 -3 2 ലാംഡ 4 ലാംഡ. ഇതാണ് നമ്മുടെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആവണം. ഇപ്പം തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്താവണം 0. ഡിറ്റർമിനന്റ് എ എന്താണ് 0. ഓക്കെ. 3/3 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. +2 എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച കാര്യങ്ങളാണല്ലേ. സോ അടിപൊളിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും കളയുക, 3 ഉള്ള റോയും കോളവും കളയുക. ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനന്റ് -2 ഇൻറ്റു ലാംഡ -2 ലാംഡ -4 ഇൻറ്റു -3 എന്താണ് -12. സെക്കൻഡ് എലമെന്റ് സൈൻ ചേഞ്ച് ചെയ്യണം. -1 ഇൻറ്റു ദെൻ ആ റോയും ആ കോളോ എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനന്റ് 4 ഇൻറ്റു ലാംഡ 4 ലാംഡ -2 ലാംഡ ഇൻറ്റു -3 -6 ലാംഡ. ദെൻ തേർഡ് എലമെന്റ് -ലാംഡ ഇൻറ്റു ഈ -ലാംഡ ഉള്ള റോയും കോളവും കളയുക. ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനന്റ് 4 ഇൻറ്റു 4 16 -2 ഇൻറ്റു 2 ലാംഡ എന്താണ്, ശ്രദ്ധിച്ചിരിക്കുക. -2 ഇൻറ്റു 2 ലാംഡ -4 ലാംഡ അല്ലെ, -4 ലാംഡ ഈക്വൽ ടു എന്താണ് 0. ഈക്വൽ ടു എന്താണ് 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു എന്താണ് 0. ഓക്കെ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോളൂ. നമുക്ക് ആദ്യമേ 3 ഇൻറ്റു -2 ലാംഡ 3 ഇൻറ്റു -2 ലാംഡ 3 ഇൻറ്റു -2 ലാംഡ. ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് പ്ലസ് ആക്കാം നമുക്ക്. -1 ഇൻറ്റു 1 ഇൻറ്റു ആകുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ മതി. 4 ലാംഡ, രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും 6 ലാംഡ -ലാംഡ ഇൻറ്റു 16 രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും 4 ലാംഡ ഈക്വൽ ടു എന്താണ് 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3 ഇൻറ്റു -2 ലാംഡ എന്താണ് -6 ലാംഡ 3 ഇൻറ്റു 12 എന്താണ് 23 6 1 3 3 36 അല്ലേ. ദെൻ -4 ലാംഡയും 6 ലാംഡയും കൂടെ കൂട്ടിയാൽ എന്താണ് 4 ലാംഡയും 6 ലാംഡയും കൂടെ കൂട്ടിയാൽ 10 ലാംഡ -16 ഇൻറ്റു ലാംഡ 16 ലാംഡ പ്ലസ് ഇൻറ്റു -4 ലാംഡ ഇൻറ്റു ലാംഡ എന്താണ് 4 ലാംഡ സ്ക്വയർ ഈക്വൽ ടു എന്താണ് 0. -4 ലാംഡ സ്ക്വയർ ഞാൻ ആദ്യം എഴുതുന്നു. -16 10 26 6 32 -32 ലാംഡ. ദെൻ ബാക്കി എന്താണ് +36 ഈക്വൽ ടു എന്താണ് 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ദെൻ അടുത്ത എന്താണ്, നമുക്ക് എല്ലാം 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ -4 കൊണ്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് ലാംഡ സ്ക്വയർ എന്ന് തുടങ്ങുന്ന രീതിയിൽ കിട്ടും. സോ -4 കൊണ്ട് കട്ട് ചെയ്താൽ എന്താണ് വരിക -4 ലാംഡ സ്ക്വയർ ബൈ -4 -32 ലാംഡ ബൈ -4 +36 ബൈ -4 ഈക്വൽ ടു എന്താണ് 0. -4 കൊണ്ട് കട്ട് ചെയ്താൽ ലാംഡ സ്ക്വയർ ഇവിടെ മൈനസും ചേർന്നിട്ട് പ്ലസ് ആവും 32/4 8 ലാംഡ പ്ലസും മൈനസും ചേർന്നിട്ട് മൈനസ് ആവും 36/4 9 ഈക്വൽ ടു എന്താണ് 0. സോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് ലാംഡ സ്ക്വയർ ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ -9 ഈക്വൽ ടു 0. സമ്മും പ്രോഡക്റ്റും എടുത്ത് നോക്കാം. സം എന്ന് പറയുന്നത് ലാംഡയുടെ കോയിഫിഷ്യൻ്റ് 8, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് -9. നമ്പേഴ്സ് ഏതൊക്കെയാണ്, നമുക്ക് സമ്മ് 8 ആണ് വരേണ്ടത് അല്ലേ. സം 8ഉം പ്രോഡക്റ്റ് -9ഉം വരണം. സോ നമുക്ക് 9ഉം -1ഉം ആണ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് എടുത്താൽ -9 കിട്ടും, ആഡ് ചെയ്താൽ 8 കിട്ടും. സോ ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ലാംഡ +9 ഇൻറ്റു ലാംഡ -1 ഈക്വൽ ടു 0. അവിടുന്ന് ലാംഡ ഈക്വൽ ടു 9 കിട്ടും, 1ഉം കിട്ടും. ഓക്കെ, -9ഉം 1ഉം കിട്ടും. ലാംഡ ഈക്വൽ ടു എന്താണ് -9ഉം 1ഉം. സോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ് ലാംഡ ഈക്വൽ ടു -9 ഒരു സൊല്യൂഷൻ, ലാംഡ ഈക്വൽ ടു 1 അടുത്ത സൊല്യൂഷൻ. സോ ഫൈനൽ സൊല്യൂഷൻ എന്താണ് ലാംഡ ഈക്വൽ ടു -9 ആൻഡ് 1. ലാംഡ ഈക്വൽ ടു -9 ആൻഡ് എന്താണ് 1. സോ നോൺ ട്രിവിയൽ ആവാൻ ഉള്ള കണ്ടീഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് -9ഉം 1ഉം ആണ്. സോ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ eigen വാല്യൂസിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും. സോൾവ് എക്സ് പ്ലസ് 3y പ്ലസ് 2z ഈക്വൽ ടു 0, 2x മൈനസ് y പ്ലസ് 3z ഈക്വൽ ടു 0, 3x മൈനസ് 5y പ്ലസ് 4z ഈക്വൽ ടു 0, എക്സ് പ്ലസ് 17y പ്ലസ് 4z ഈക്വൽ ടു 0. നമുക്ക് 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, സോ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡ് എല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. നോൺ ഹോമോജീനിയസ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ആദ്യം എന്താണ്? നോൺ ഹോമോജീനിയസ് അല്ല, ഹോമോജീനിയസ് ആണെങ്കിൽ AX ഈക്വൽ ടു 0 ആണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുക. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? 1, 3, 2, 2, മൈനസ് 1, 3, 3, മൈനസ് 5, 4, 1, 17, 4 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്, വൈ, ഇസഡ് ഈക്വൽ ടു എന്താണ്? 0. 0 എന്ന് പറയുമ്പോൾ 0, 0, 0. ഓക്കെ, 4 zeros ഉണ്ടല്ലേ? 0, 0, 0, 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ യെസ്, അപ്പം എക്സ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ്? എ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണോ നോക്കണം. സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. 3/3 അല്ല, 2/2 അല്ല, ശരിയല്ലേ? ഇതെന്താണ്? 4/3 മെട്രിക്സ് ആണ്. 4/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സിന്റെ കൺസെപ്റ്റ് അഥവാ ഡിറ്റർമിനന്റ് റിലേറ്റഡ് കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏത് കൺസെപ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? എലമെന്ററി റോ ഓപ്പറേഷൻസിന്റെ കൺസെപ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റാങ്ക് കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ട്രിവിയൽ ആണോ നോൺ ട്രിവിയൽ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി എ മെട്രിക്സ് ഒന്ന് എടുത്തെഴുതാണ് ഞാൻ. എ ഈസ് ഈക്വൽ ടു എന്താണ്? 1, 3, 2, 2, മൈനസ് 1, 3, 3, മൈനസ് 5, 4, 1, 17, 4. ഓക്കെ, സോ ആദ്യത്തെ ജോലി എന്താണ്? ഫസ്റ്റ് റോയിൽ പിവോട്ട് എലമെന്റ് 1 ആണ്. അതിൻ്റെ താഴെയെല്ലാം എന്താക്കണം? 0. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്ററി ഓപ്പറേഷൻസ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മൾ എലമെന്ററി ഓപ്പറേഷൻസ് എഴുതാൻ പോവാണ്. സോ ഈ 1ന്റെ താഴെയെല്ലാം എന്താക്കണം? എനിക്ക് 0 ആക്കണം. സോ ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എലമെന്ററി ഓപ്പറേഷൻസ് എഴുതാം. R2 gives R2 മൈനസ് 2R1, R3 gives R3 മൈനസ് 3R1, R4 gives R4 മൈനസ് R1 അല്ലേ? ഈ 3 എലമെന്ററി ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, സോ ആൻഡ് ദിസ് ഗീവ്സ് ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1, 3, 2. സെക്കൻഡ് റോ മുതൽ മാറാൻ പോവാണ്. 2 മൈനസ് 2 ഇൻറ്റു 1 എന്താണ് വരിക? 0. നെക്സ്റ്റ് മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 3 എന്താണ് വരിക? -1 മൈനസ് 6 വരും, -7 വരും ഉത്തരം. നെക്സ്റ്റ് 3 മൈനസ് 2 ഇൻറ്റു 2, 3 മൈനസ് 4, 3 മൈനസ് 4 എന്താണ്? -1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 3 മൈനസ് 3 ഇൻറ്റു 1 ആൻസർ എന്താണ്? 0. നെക്സ്റ്റ് -5 മൈനസ് 3 ഇൻറ്റു 3, -5 മൈനസ് 9 അല്ലേ? -5 മൈനസ് 9 എന്താണ്? -14. നെക്സ്റ്റ് 4 മൈനസ് 3 ഇൻറ്റു 2, 4 മൈനസ് 3 ഇൻറ്റു 2, 4 മൈനസ് 6 എന്താണ്? -2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് R4 മൈനസ് R1 ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് 1 വരും. നെക്സ്റ്റ് 17 മൈനസ് 3 വരും. നെക്സ്റ്റ് 4 മൈനസ് 2 വരും അല്ലേ? 4 മൈനസ് 2. 1 മൈനസ് 1 എന്താണ്? 0. 17 മൈനസ് 3 എന്താണ്? 14. 4 മൈനസ് 2 എന്താണ്? 2. യെസ്, നെക്സ്റ്റ് ജോലി എന്താണ്? ഈ -7ന്റെ താഴെയുള്ള ഈ 2 പൊസിഷൻസ് എന്താക്കണം? 0. സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെന്റ് -7 ആണ്. അതിൻ്റെ താഴെ 0 ആക്കണം. അതിനുവേണ്ടി R3 ഗീവ്സ്, R3യിൽ നിന്നും R2യിലേക്കാണ് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടത്. സെയിം സൈൻ ആണ്. സെയിം സൈൻ ആണെങ്കിൽ മൈനസ് വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. R3 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് 7 ഇവിടെ എഴുതണം. R2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് വിത്തൗട്ട് കൺസിഡറിങ് സൈൻ നമ്മൾ കോയിഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതാൻ ആദ്യമേ തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ദെൻ രണ്ടിടത്തും 7 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഉണ്ട്. സോ 7 കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ R3 മൈനസ് 2R2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഈ പൊസിഷൻ 0 ആക്കണം. 14 0 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എലമെന്ററി ഓപ്പറേഷൻ R4ൽ നിന്നും R2യിലേക്കാണ് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടത്. R4 കൺസിഡർ ചെയ്യുമ്പോൾ മുകളിലത്തെ കോയിഫിഷ്യൻ്റ് 7 കൊടുക്കുക. R2 കൺസിഡർ ചെയ്യുമ്പോൾ നേരെ താഴത്തെ കോയിഫിഷ്യൻ്റ് 14 കൊടുക്കുക. ഓപ്പോസിറ്റ് സൈൻ ആണല്ലേ? ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്സും ആണ്. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ നമ്മൾ പ്ലസ് വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് പ്ലസ് വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇവിടെ നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? R4 പ്ലസ് 2R2 കിട്ടും. R4 പ്ലസ് എന്താണ്? 2R2. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്ററി ഓപ്പറേഷൻസ്.
ആൻഡ് ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും നമുക്ക് മാറ്റമൊന്നുമില്ല. 1 3 2 0 -7 -1. മാറ്റം വരാൻ പോകുന്നത് തേർഡ് റോയ്ക്കും ഫോർത്ത് റോയ്ക്കും ആണ്. സോ R3 - 2R2 ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0 0 തമ്മിൽ ചെയ്താൽ 0. ഇവിടെ -14 -2 ഇൻറ്റു -7 എന്താണ് -14 + 14 ഉത്തരം 0 ആണ് വരിക. നെക്സ്റ്റ് -2 -2 ഇൻറ്റു -1 -2 + 2 ഉത്തരം 0 ആണ് വരിക. നെക്സ്റ്റ് 0 0 തമ്മിൽ ചെയ്താൽ ഇവിടെ എനിക്ക് ഉത്തരം 0 കിട്ടും. 14 + 2 ഇൻറ്റു -7 ശരിയല്ലേ? 14 + 2 ഇൻറ്റു -7 14 - 14 വരും, ഉത്തരം 0 വരും. നെക്സ്റ്റ് 2 + 2 ഇൻറ്റു -1 2 - 2 ഉത്തരം എന്ത് കിട്ടും? 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷൻസ്. ഇതിപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലായോ നോക്കിയേ. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0, സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെൻറ്റിൻ്റെ താഴെ 0. അപ്പോൾ ഇത് നമ്മുടെ ഏത് ഫോമിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് നോൺ ട്രിവിയൽ അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. നമ്മുടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 എണ്ണമാണുള്ളത്. സോ റാങ്ക് ഓഫ് എ 2. നമ്പർ ഓഫ് അൺനോൺസ് എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ് ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ ഓഫ് അൺനോൺസ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സും വൈയും ഇസഡും ഉണ്ട്, 3 അൺനോൺസ് ആണുള്ളത്. സോ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ടൈപ്പ് സൊല്യൂഷനാണ് വരുന്നത്? ദെർഫോർ ദി സിസ്റ്റം ഓഫ് ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് അല്ല, ഹോമോജീനിയസ് system of homogeneous equations has a non-trivial solution. എങ്ങനെയാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാവുക? റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ, x = 0 y = 0 z = 0. അത് നോൺ ഈക്വൽ ആണെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. സോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. അപ്പം നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എത്ര വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക് അല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക്. ഇത്രയും വേരിയബിൾസിന് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. നമ്പർ ഓഫ് അൺനോൺസ് 3, റാങ്ക് 2 = 1. അപ്പം ഒരു വേരിയബിളിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. സോ അപ്പോൾ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസ് എഴുതിയിട്ട് ഒരു വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ AX = B എന്നുള്ളതായിരുന്നു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ A. ഇപ്പോൾ സോൾവ് ചെയ്ത് AX = 0 അല്ലേ? അപ്പോൾ ഇൻ ദിസ് കേസ് ജനറലി AX = B, ബിയുടെ വാല്യൂ 0 ആവണമെന്നുണ്ടെങ്കിൽ ഹോമോജീനിയസ്, നോൺ 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നോൺ ഹോമോജീനിയസ്. സോ എയുടെ പ്ലേസിൽ ഇപ്പോൾ സോൾവ് ചെയ്ത് കിട്ടിയ ഉത്തരം 1 3 2 0 -7 -1 0 0 0 0 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ പ്ലേസിൽ നമ്പർ ഓഫ് അൺനോൺസ് x y z = എന്താണ്? 0 0 0 0. യെസ്. ഇനി ഇതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇക്വേഷൻസ് എഴുതാം അല്ലേ? നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കണം, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കണം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് 1 × x പ്ലസ് 3 × y 3y പ്ലസ് 2 × z 2z ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ് 0. നെക്സ്റ്റ് 0 × x 0x ആണ്. ബാക്കി -7y - z ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ. ഇത് ഞാൻ ഇങ്ങനെ കാണിച്ച് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് പോകാം അല്ലേ? ഈ ഇക്വേഷൻസ് നോക്കി ഇതിനു മുമ്പ് നമ്മൾ ഗോസ് എലിമിനേഷൻ ചെയ്തപ്പോൾ നമ്മുടെ ഇപ്പുറത്തൊരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരു ബി മെട്രിക്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈക്വൽ ടു ആ ബി മെട്രിക്സിലെ ഉത്തരങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ ആ ബി മെട്രിക്സ് കംപ്ലീറ്റ്ലി 0 ആണെന്നേ ഉള്ളൂ. അതായത് നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ ഒരു ബി മെട്രിക്സ് വരും, ഹോമോജീനിയസിൻ്റെ കേസിൽ ആ ബി മെട്രിക്സ് 0 ആണെന്നേ ഉള്ളൂ. ഓക്കെ. അത് 0 ആണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആദ്യമേ എഴുതിയ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതി കാണിക്കുന്നു എന്നേ ഉള്ളൂ. സോ ഇവിടെ നോക്കി എഴുതാം x + 3y + 2z = 0. ആ = 0 എന്നുള്ളത് ബി മെട്രിക്സ് 0 ആയതുകൊണ്ടാണ്, RHS 0 ആയതുകൊണ്ടാണ്. ഇവിടെ -7y - z = 0. ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ നോക്കി എഴുതാം. എങ്കിലും ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. സോ എത്ര വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഒരു വേരിയബിളിന്. അപ്പോൾ ഞാൻ ഇസഡിന് A എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ലെറ്റ് z = A.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 2 7y മൈനസ് ഇസഡിന് പകരം എ കൊടുക്കാം ഈക്വൽ ടു 0. അവിടുന്ന് -7y ആണല്ലേ, അപ്പോൾ അവിടുന്ന് -7y ഈക്വൽ ടു എ എന്ന് കിട്ടും. അവിടുന്ന് എയുടെ വാല്യൂ വൈയുടെ വാല്യൂ -a/7 കിട്ടും. -a/7 ശരിയാണല്ലോ. ഇസഡിന് എ കൊടുത്താൽ -7y -a ഈക്വൽ ടു 0. അവിടുന്ന് -7y ഈക്വൽ ടു എ. വൈയുടെ വാല്യൂ എന്താണ്? മൈനസ് അപ്പുറത്ത് പോയി -a/7. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വൈയുടെ വാല്യൂവും ഇസഡിൻ്റെ വാല്യൂവും ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഫ്രം ഇക്വേഷൻ നമ്പർ 1 എക്സ് പ്ലസ് 3 വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? വൈക്ക് പകരം -a/7 കൊടുക്കും. പ്ലസ് ഇസഡിന് പകരം ഞാൻ എന്ത് കൊടുക്കും? 2z ആണ്. 2 ഇൻറ്റു ഇസഡിന് പകരം ഞാൻ എന്ത് കൊടുക്കും? എ കൊടുക്കും. ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് എക്സ് -3a/7 പ്ലസ് 2a ഈക്വൽ ടു 0. അവിടുന്ന് എക്സ് ഈക്വൽ ടു -3a/7 ഇപ്പുറത്ത് വന്നാൽ പ്ലസ് 3a/7 പ്ലസ് 2a ഇപ്പുറത്ത് വന്നാൽ -2a ക്രോസ് ചെയ്താൽ 3a മൈനസ് 14a/7 എന്ന് വരും. അവിടുന്ന് എക്സ് ഈക്വൽ ടു അതായത് ബൈ 1 കൊടുത്ത മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 3a 3a 2 × 7 14a ബൈ 1 × 7 7 3a 14a പോയാൽ -11a വരും /7. സോ -11a/7. ഫൈനലി സൊല്യൂഷൻ ഒന്ന് എടുത്തെഴുതാണ് കേട്ടോ. സോ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സിന് കിട്ടിയ ഉത്തരം എന്താണ്? എക്സിന് കിട്ടിയ ഉത്തരം -11a/7 അല്ലേ, -11a/7. വൈക്ക് കിട്ടിയ ഉത്തരം -a/7 ഇസഡിന് കിട്ടിയ ഉത്തരം എ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ദി ഫൈനൽ സൊല്യൂഷൻ. ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോൾ ഇതൊക്കെ 7 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. എല്ലാം അടിപൊളിയായിട്ട് എഴുതി പഠിക്കുക.